നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന വിശിഷ്ടാതിഥി വിജിത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഹലോ വിജിത്ത്. ഹായ് അല്ലേ. ഈയിടെ കുറെ നാളായിട്ട് ഫേസ്ബുക്കിൽ വിജിത്തിന്റെ കുറെ പോസ്റ്റുകൾ കാണുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് എല്ലാവരും ഡിസ്കഷൻ ആയിട്ടുണ്ട് ഒരു മാറ്റർ. വിജിത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എന്താ പറയാ കുറച്ച് പോസ്റ്റുകൾ ഇങ്ങനെ അടുത്ത് കാണുന്നു. അതിന്റെ ഉദ്ദേശം എന്താണെന്ന്? നാട്ടിലെ ചോദ്യം അല്ല, എനിക്ക് ഒത്തിരി ഫോൺ കോൾസ് ഇതിന്റെ ഭാഗമായിട്ട് ഇതിനോട് അനുബന്ധിച്ച് എനിക്ക് ഒത്തിരി ഫോൺ കോൾസ് വന്നിട്ടുണ്ട്. അതായത് ബേസിക്കലി നമുക്ക് അറിയാവുന്ന ഒരു മലയാളി, പുള്ളിക്ക് ഇച്ചിരി ഞാൻ നോക്കിയിട്ട് ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതായത് ഇപ്പം ആരെങ്കിലും ഒരു വണ്ടി എടുക്കുക, ഒരു ജോലിയിൽ പുതിയതായിട്ട് കിട്ടുക, ശ്രമിക്കുക, അപ്പം ഇതൊക്കെ അവരുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ. കാരണം പുള്ളിയിരിക്കുന്ന പൊസിഷനിൽ പുള്ളിയെക്കാളും കൂടുതൽ ആരും ഇവിടെ പ്രോഗ്രസ് ചെയ്യല്ല. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ പുള്ളി ഒരു അസൂയപരമായിട്ടുള്ള മെൻറ്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ ഒരു 1.5 വർഷമായിട്ട് പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട്. അതായത് കൺസേൺ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ബോഡിയിൽ ഫേക്കായിട്ടുള്ള ഊമക്കത്തുകൾ അല്ലെങ്കിൽ ഇമെയിൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയക്കുക. കാരണം ആളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ, ഇത് എന്നെക്കുറിച്ചല്ല, ഇത് വേറെ ആളുടെ ഓൺ റിലേറ്റീവാണ്. പുള്ളിയുടെ വൈഫിൻ്റെ സൈഡിൽ ഒരാൾക്കിട്ടും ഇതുപോലെ ചെയ്തിട്ടായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കെന്നല്ല, ഞങ്ങളുടെ ഇടയിൽ പുള്ളിയുടെ സ്വന്തം ബന്ധുക്കാർക്കിട്ട് ജോലി കളയാനായിട്ട്. അപ്പോൾ ഈ സീനി പുള്ളി മാത്രമേ ഉള്ളൂ ഇത് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ. അങ്ങനെ വന്ന് പിന്നെ ഇവിടെ മലയാളീസായിട്ടുള്ള കുടുംബങ്ങൾ, ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാർ ഒത്തിരി അവരെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക, പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച്, അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ഫാമിലി പ്രശ്നങ്ങളുണ്ടാക്കും. ഇതൊക്കെ എന്നോട് അടുത്ത ബന്ധമുള്ളവർ, എന്നെ അതുപോലെ സ്നേഹിക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. അപ്പം ഗ്രാജുവലി നമ്മൾ ഇത് പിക്കപ്പ് ചെയ്ത് സംഭവങ്ങൾ മനസ്സിലാക്കണം. ഇത് എല്ലാ സ്ഥലത്തും ഈ പുള്ളി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം പിന്നെ പുള്ളിയുടെ സ്വന്തം ഓൺ ബന്ധുക്കാർക്കിട്ടും പുള്ളി പാടിയുന്നുണ്ട്. കള്ളു കുടിച്ചിട്ടാണ് പുള്ളി ചെയ്യുന്നത്. കള്ളു കുടിച്ച് കഴിയുമ്പം 1-2 പേർക്ക് അടിച്ച് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല, അത് പുള്ളിയുടെ പേഴ്സണൽ കാര്യം. കള്ളു കുടിച്ചിട്ട് വല്ലവർക്കൊട്ടും ഇതുപോലെ പണി ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട് വന്നു കഴിയുമ്പോൾ ഒന്നും അറിയാൻ മേലാത്ത പോലെ മിണ്ടാപ്പൂച്ച കലവടയ്ക്കുമെന്നുള്ള രീതി നിൽക്കും. അപ്പം ഞാൻ കുറേ പേർക്ക് ഒത്തിരി അധികം ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും ആൾക്കാരെ. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുത്തിപ്പൊക്കി സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കും. അപ്പം ആരെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് അവർക്കിത് വ്യക്തമാണ്. പക്ഷേ ഈ ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി ഉപയോഗിക്കുന്ന വേറെ ചില ആൾക്കാരുണ്ട്. അവർ നിരപരാധികൾ, അവർക്കറിയത്തില്ല ഇത്, അവർ യൂസ് ചെയ്യുമോ. അപ്പം അതിന് ഒരു അടുത്തിടെ എനിക്കും ഇതുപോലെ ഒരു സംഭവം വരാനായിട്ട് എനിക്ക് ഫേക്കായിട്ടുള്ള ഇമെയിൽ ചാറ്റ്. ഇപ്പം ഞാൻ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളിക്ക് എനിക്കറിയാവുന്ന കുറേ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു റെപ്യൂട്ടേഷൻ ക്രെഡിബിലിറ്റി വെച്ചിട്ടാണ് ഓക്കെ ഈ പുള്ളി അവരുടെ ഫ്രണ്ട് ആണെങ്കിൽ നമുക്കറിയത്തില്ല ഇത് ആരായിരുന്നു. അപ്പം അവരൊക്കെ ഫ്രണ്ട്സ് അപ്പം അങ്ങനെ മ്യൂച്വൽ ഫ്രണ്ട്സ് കണ്ടിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഉടനെ പുള്ളിയുടെ വൈഫിനെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്നത്, ഇന്ന ആളെങ്ങനെയുണ്ട്, പുള്ളിക്കാരത്തിന്റെ ക്യാരക്ടർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആള് ചോദിക്കുന്നത്. പുള്ളിക്ക് എനിക്ക് തോന്നുന്നത് പുള്ളിയെക്കാളും കൊള്ളാവുന്ന വേറൊരുത്തന്നെ വൈഫിന് കിട്ടുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും, കോംപ്ലക്സ്. എൻ്റെ അറിവിൽ ഞാനൊരു സോഷ്യൽ വർക്ക്, പക്ഷേ മെൻ്റൽ ഹെൽത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊരു സാധനം ഇല്ല, അത് മനുഷ്യനുണ്ടായിരിക്കുന്നത്. ക്ലിനിക്കലി സ്പീക്കിംഗ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊരു സാധനമുണ്ട്, അതായിരിക്കും പുള്ളിക്കുള്ളത്. അപ്പം ഭാര്യയെ സംശയമാണ് പുള്ളിക്ക് മെയിൻലി. അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരുടെ കുടുംബജീവിതത്തിലും പുള്ളി വേറെ ആരും സന്തോഷകരമായി ജീവിക്കരുത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പല ആൾക്കാരും എന്നോടാണെങ്കിലും പറയും, എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ പുള്ളി അറിയരുത്, കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട് എടുക്കുവാണെങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഒരു കൂട്ടം നല്ല ഒരു മലയാളി ഒരുമിച്ച് നിന്ന് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിഞ്ഞവർ ഇപ്പോൾ തമ്മിൽ തല്ലാനുള്ള ചാൻസിലൂടെ പോകണം. പിന്നെ പള്ളികളിൽ നിന്ന് പുള്ളി, അതായത് പള്ളികളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊക്കെ പുള്ളിക്ക് ആക്സസ് ഉണ്ട്, പുള്ളി ഒരു വിശ്വാസി എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പം അവിടുന്ന് മലയാളികൾക്ക് ആ പള്ളിയുടെ സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെ പേരിൽ ടെക്സ്റ്റ് മെസ്സേജസ് ചെല്ലുക. നമുക്ക് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് മൊബൈലിലോട്ട് മെസ്സേജ് അയക്കാം, പക്ഷേ പേര് ചെല്ലുന്ന അവിടുത്തെ ലീഡേഴ്സിന് അവർക്ക് ഇതൊന്നും അറിയത്തില്ല സംഭവം. അപ്പോൾ ഇത് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഞാനോർത്ത് ഇത്, അപ്പോൾ ഞാൻ ഇൻഡയറക്റ്റ്ലി പുള്ളിക്ക് ഒരു വാർണിംഗ് കൊടുത്തായിരുന്നു, ചെയ്യരുത്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇമ്പൾസീവായിട്ടൊരു തോട്ട് വരുവാണെങ്കിൽ നടക്കാൻ പോകും. ആ ഒരു നിമിഷം ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് ചെയ്യത്തില്ല, ആ നിമിഷത്തിലാണ് സംഭവം നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡ്രൈവിന് പോകും, അതും അല്ലെങ്കിൽ പുള്ളിക്ക് എന്നിട്ടും സ്വയം ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ്, കൗൺസിലിങ്ങോ സൈക്കോളജിസ്റ്റിനെ പോയി കാണുക. ഇതിവിടെ കോൺഫിഡൻസില്ല, മലയാളി എല്ലാവരും ഒന്നും അറിയണമെന്നില്ല, വളരെ കോൺഫിഡൻസില്ല, പുള്ളി തന്നെ അത് കൈകാര്യം. അപ്പോൾ കേട്ടില്ല. പിന്നെ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ വാണിംഗ് കൊടുത്തിട്ടും പുള്ളി ചെയ്യുമ്പോൾ, ഒന്ന് പുള്ളി ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യണം, പ്ലാൻഡാണ്. രണ്ടാം പുള്ളി അവെയറാണ് പുള്ളി എന്നാ ചെയ്യുന്നത്. 3 ആ ചെയ്ത പ്രവൃത്തിയോട് യാതൊരു തരത്തിലുള്ള ഒരു കുറ്റബോധമൊന്നുമില്ല. 4 പുള്ളി 5 പുള്ളി 6 പുള്ളി 7 പുള്ളി 8 പുള്ളി 9 പുള്ളി 10 പുള്ളി 11 പുള്ളി 12 പുള്ളി 13 പുള്ളി 14 പുള്ളി 15 പുള്ളി 16 പുള്ളി 17 പുള്ളി 18 പുള്ളി 19 പുള്ളി 20 പുള്ളി 21 പുള്ളി 22 പുള്ളി 23 പുള്ളി 24 പുള്ളി 25 പുള്ളി 26 പുള്ളി 27 പുള്ളി 28 പുള്ളി 29 പുള്ളി 30 പുള്ളി 31 പുള്ളി 32 പുള്ളി 33 പുള്ളി 34 പുള്ളി 35 പുള്ളി 36 പുള്ളി 37 പുള്ളി 38 പുള്ളി 39 പുള്ളി 40 പുള്ളി 41 പുള്ളി 42 പുള്ളി 43 പുള്ളി 44 പുള്ളി 45 പുള്ളി 46 പുള്ളി 47 പുള്ളി 48 പുള്ളി 49 പുള്ളി 50 പുള്ളി 51 പുള്ളി 52 പുള്ളി 53 പുള്ളി 54 പുള്ളി 55 പുള്ളി 56 പുള്ളി 57 പുള്ളി 48 പുള്ളി 49 പുള്ളി 52 പുള്ളി 53
അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷന് ഇത് തടയിടാനായിട്ട് പുള്ളി എക്സ്പോസ് ചെയ്യാതല്ല വേറെ മാർഗ്ഗമില്ല. അപ്പം ഇത് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ആളുടെ പേരും അവർക്കെല്ലാം അറിയാം. സാഹചര്യ തെളിവുകളും അല്ലാത്ത എവിഡൻസും അങ്ങനെ ഞാൻ കൊടുക്കും. ഓക്കെ, പിന്നെ ഇപ്പോൾ വിജിത്തിന്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ എന്താ? ഇനി പുള്ളിയോട് എന്തെങ്കിലും റിവെഞ്ച്? ഒരു തരത്തിലും റിവെഞ്ച്, കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഇവിടെ. നമുക്കെല്ലാവരും ചില ദുർബലൻസ്, ഞാനും ചൂടാറുണ്ട്, മോശമായിട്ട് സംസാരിക്കാറുണ്ട്. ബട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് അല്ല. ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യാം. നമ്മുടെ എല്ലാവരും ഒരു വീക്ക്നെസ് ആണ്. ചിലപ്പോൾ ടെമ്പർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് ജസ്റ്റ് പോസ്റ്റ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് അല്ലല്ല ചെയ്യുന്നത്. ഒരിക്കലും അല്ല. ഇത് ഒരു മുമ്പേ ചോദിച്ചില്ലേ, ഒരു റിവെഞ്ച് മെന്റാലിറ്റിയാണ്. ഒരിക്കലും അല്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഒരു വർഷമായിട്ട് എനിക്ക് തന്നെ അറിയാം. അതിൽ കൂടുതൽ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവരോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത് അവർ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരു അവസ്ഥയാണ്. പുള്ളിയോട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പുള്ളി ലൈഫ് പോകും. അപ്പോൾ അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് ഇതിനകത്ത് വേണ്ട, ഇനി ചെയ്യരുത് എന്ന് വാണിംഗ് കൊടുത്തത്. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇതിന് തടയണമെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? ഇത് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി കേൾക്കുന്നില്ല. ഇതൊരിക്കലും ഒരു മാനസിക രോഗമല്ല, ബിഹേവിയറൽ ഇഷ്യൂ ആണ്. സ്വഭാവത്തിൻ്റെ ഒരു പ്രശ്നം. ബിഹേവിയർ മോഡിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറാപ്പി എൻഗേജ് ചെയ്യാതെ ഇത് മാറാൻ പോകുന്നില്ല. അപ്പോൾ പുള്ളിയായിട്ട് വില്ലിംഗ്ലി പുള്ളി അത് ആരെങ്കിലും സമീപിക്കണം. നമുക്ക് പിടിച്ചു കൊണ്ടുപോയി ഒരാളെ തെറാപ്പി ചെയ്യാൻ പറ്റില്ല. ഒരു സൈക്കോളജിക്കൽ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആൾ വില്ലിംഗ് ആണ്. അപ്പോൾ അതൊന്നും ചെയ്യാത്ത പക്ഷം ഇതല്ലാതെ പുള്ളി എക്സ്പോസ് ചെയ്യും. പുള്ളിക്ക് ആപ്പാടെ പേടി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഐഡന്റിറ്റി പുള്ളി റിവീൽ ചെയ്യാൻ താല്പര്യം. അവിടെ ഫേക്ക് ഐഡി ഉണ്ടാകും. അത് ഒന്ന് പുള്ളിയുടെ വീക്ക്നെസ് അത് പുള്ളി തന്നെ തെളിയിച്ചു. അപ്പോൾ അത് ഞാൻ മുതലെടുക്കുക. രണ്ടാമത്തെ കാര്യം, പുള്ളിക്ക് ഇത് എക്സ്പോസ്ഡ് ആകുമോ എന്നുള്ള പേടി. അപ്പം നമ്മളെ ഒന്ന് കണ്ടുപിടിച്ചു, അത് ഇത് കണ്ടുപിടിക്കുമ്പോൾ അതൊരു വീക്ക്നെസ്, കണ്ടുപിടിക്കരുതെന്നുള്ള. ഇത് കണ്ടുപിടിച്ച് നമ്മൾ എക്സ്പോസ് ചെയ്യരുതെന്ന് പുള്ളിക്കൊരു ഇതുണ്ട്. അത് പുള്ളിയുടെ അതിനോട് അനുബന്ധിച്ച് അതുമായിട്ട് അസോസിയേറ്റ് കിടക്കുന്ന വേറൊരു വീക്ക്നെസ്. അപ്പം നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് പുള്ളി റിവാർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അനുവദിച്ച് കൊടുക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി. അതുകൊണ്ട് പുള്ളി ചെയ്തുകൊണ്ട് ഇന്നേ വരെ നല്ല ഹോട്ടലിൽ നിന്ന് പുള്ളിക്ക് ഊണ് കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് തുടങ്ങിയതായിരിക്കാം. ഞാൻ അതിനെ അന്വേഷിച്ചിടത്തോളം പുള്ളിയുടെ നാട്ടിലെ സാഹചര്യം നോക്കി ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പം ഇത് പൊതുവെ പുള്ളിയുടെ വീട്ടുകാർക്കിട്ടും പുള്ളി പണിയുന്നുണ്ട് വളരെ. അപ്പം അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതെന്തോ ആയിക്കോട്ടെ, പുള്ളി പേഴ്സണൽ കാര്യം, നമുക്കെല്ലാം പേഴ്സണലായിട്ട്. പക്ഷെ ഇവിടെ ഇറങ്ങി പുറത്തുള്ള ആൾക്കാരോട് മാന്യമായിട്ട് പെരുമാറണം. അതല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർ എന്നെ ഇൻവോൾവ് ചെയ്യിക്കും. കാരണം ശരിയായിരിക്കും, ഇപ്പം പുള്ളിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. പക്ഷേ അതെങ്ങനെ മാറ്റണമെന്നുള്ളത് പുള്ളി തന്നെ പോസിറ്റീവായിട്ട് അത് ചാനലൈസ് ചെയ്ത് പുള്ളിയുടെ ചിന്താഗതി ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് പുള്ളിക്ക് വേണ്ട സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഒരിക്കലും ഇത് റിവെഞ്ച് അല്ല, ഇത് തടയിടണം, ഇനി ചെയ്യരുത്. അത് ലാസ്റ്റായിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. യാതൊരു അതിൽ പണിഷ്മെൻറ്റ് നടത്താൻ ഞാൻ ആളല്ല. എനിക്കൊരു ജഡ്ജ്മെൻറ്റലായിട്ട് മെൻറ്റാലിറ്റി ഇല്ല. ഇതിവിടെ വെച്ച് നിർത്തണം. പണിഷ്മെൻറ്റ് എപ്പോഴും പാസ്റ്റിനെ കുറിച്ചാണ്. പുള്ളി ചെയ്തൊക്കെ ക്ഷമിക്കാം, ഇത്ര നാൾ ക്ഷമിച്ചിട്ടുണ്ട്, ഇനി അത് ചെയ്യരുത് എന്നുള്ള ഇതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇതിനകത്ത് എല്ലാവരും ഒത്തിരി പേര് ഇൻവോൾവ് ആണ്. അവർക്കെല്ലാം ഇത് പുള്ളി എങ്ങനെയും അവരോട് ചെയ്തതിനൊന്നും ഇവർക്കും ഈ പറഞ്ഞ വ്യക്തി പ്രായം ചെന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. പുള്ളി ഉപദ്രവിച്ചിട്ട് പ്രായം കുറഞ്ഞ ആൾക്കാർ, പിള്ളേരെ പോലും പുള്ളി ഉപദ്രവിച്ചിട്ടുണ്ട് ഇൻഡയറക്ട്ലി. ആ പേര് വെച്ച് അസോസിയേറ്റ് പെണ്ണുങ്ങളുടെ പേര് വെച്ച് കൊച്ചു പിള്ളേരെ ഒക്കെ. അതൊക്കെ ഇത് ഒരു ഇൻസ്റ്റബിലിറ്റിയുടെ പുള്ളി മൈൻഡ്. കാരണം ഇത്രയും പുള്ളി ഒരു മച്യൂർ അഡൾട്ടാണ്. പുള്ളിയുടെ ഒരു ഫിസിക്കൽ ഏജ് ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ മെൻ്റലി എന്തുമാത്രം പുള്ളി മച്യൂർ ആണെന്നുള്ള എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അവരുടെ പേരൻസിനൊക്കെയാണെങ്കിൽ പോലും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. പിന്നെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ഭർത്താക്കന്മാരോട് പറയാൻ, പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ബോർഡ്, കൺസേൺ രജിസ്ട്രേഷൻ ബോർഡ് മെയിൽ അയക്കുക, കരിയർ നശിപ്പിക്കുക. ആരും രക്ഷപ്പെടരുത്, പുള്ളി മാത്രം മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അതിന് എതിരെ ഒരു തരത്തിലും പാസ്റ്റ് പുള്ളി നമ്മൾ അങ്ങനെ ചെയ്തു അതിന് പകരം നീ അനുഭവിക്കണം എന്നുള്ളതല്ല. ഇനി ചെയ്തില്ലെങ്കിൽ